അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മക്രോണിനെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഹാഫ് വേവായിട്ട് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പകുതി വേവാണ് വേണ്ടത്. ഒരു 2-3 മിനിറ്റ് പിടിക്കും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതൊരു അരിപ്പിയിലേക്ക് കോരിയിടാം വെള്ളം വരാൻ വേണ്ടി. അപ്പം ഇതുപോലെ പകുതി വേവാണ് ആണ്ട്. ഇനി ഇത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. കോട്ടിങ്ങിന് വേണ്ടി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അച്ചാർ പൊടി. ഓപ്ഷനിലാണ്, ഇടുന്നെങ്കിൽ ഇട്ടാൽ മതി. അച്ചാറിട്ടാൽ വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. മക്രോണി തണിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയിൽ മുക്കിയെടുക്കണം. ഇതുപോലെ മുക്കിയെടുക്കുക. ഇതുപോലെ നല്ലപോലെ മുക്കിയെടുക്കണം. ഫുൾ കവറായിരിക്കണം ഇത്. പിന്നെ അത് പൊരിച്ചെടുക്കാൻ വേണ്ടി ചീനച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് മൈദയിലൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മക്രോണിയും ഒരു മുട്ടയും മൈദയും ഉണ്ടായാൽ അത് ഉണ്ടാക്കിയെടുക്കാം. വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത്. ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ? ഇത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളി പൊരിച്ചെടുക്കാം. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മക്രോണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ അടച്ചിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ എടുക്കുക.